ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥകൾ എന്താണ്, ഇപ്പോൾ എങ്ങനെയാണ്, നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴും പറയുന്നത് പോലെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല, റെസനേറ്റ് ആവുന്നവരെടുക്കുക. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, കൈകളിൽ കിട്ടുന്ന എപ്പോഴാണോ അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതാണ്. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ്, ഷെയർ, അതുപോലെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി ഇട്ട് വെച്ചാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് സമയത്തിന് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കെന്താ ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് ദ ടവർ എന്ന കാർഡാണ്. എന്താണ് ടവർ? ടവർ എന്ന് പറഞ്ഞാൽ നിഗൂഢമായ പല കാര്യങ്ങളും ഉണ്ട്, പക്ഷേ അതൊന്നും നിങ്ങളോട് പറയാറില്ല, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇതുവരെ, ഒളിച്ചു വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്നൊരു ദിവസം വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നിങ്ങൾ കഴിഞ്ഞിരുന്നു, എന്നാൽ പെട്ടെന്ന് അത് ഇല്ലാതെയായി. ഒന്നും പറയാതെ, നിങ്ങളോടൊരു വാക്കുപോലും പറയാതെയാണ് ഈ വ്യക്തി പോയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് പറയാം, അതുപോലും പറയാൻ കഴിയാത്ത എന്തോ ഒരു വലിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ പല കാര്യങ്ങളും ഒളിച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ എന്നാൽ നിങ്ങളോട് ഞാൻ ഇനി പോവുകയാണ്, അല്ലെങ്കിൽ ഈ ബന്ധം ഇനി നമുക്ക് തുടരാൻ കഴിയില്ല എന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പറയാത്തത് ഇന്നും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുന്നത് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നതുകൊണ്ടാണ്. നമുക്ക് എന്താണ് ബാക്കി കാർഡ്സ് വരുമ്പോൾ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടും. എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 5 ഓഫ് കപ്സും ഉണ്ട്. വളരെ നിരാശനാണ്, അല്ലെ നിരാശയുള്ള ഒരു വ്യക്തിയാണ് ഹി ഓർ ഷീ ആരായാലും. കാരണം 5 ഓഫ് കപ്സാണ്. എല്ലാ കപ്സും തട്ടിമറിച്ചു പോയി, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൻ്റെ വേദന, വളരെയധികം വേദനയിലാണ്, വളരെയധികം വിഷമത്തിലാണ്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പിന്നെ ഉള്ള നീറുകയാണ്. എന്താ ചെയ്യുക എന്നറിയാതെ കുഴങ്ങുന്ന ഒരവസ്ഥയാണ്. 4 ഓഫ് സോർട്സ് ഉണ്ട്. അപ്പോൾ അത് ഒന്നും ആരോടും പറയാതെ ഉള്ളിലൊതുക്കി സ്വയം സഹിക്കുക. അവിടെ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന മാതിരിയാണ്. ഇപ്പോൾ എനിക്ക് നിന്നോട് ഒന്നും പറയാൻ കഴിയില്ല, എൻ്റെ അവസ്ഥ ഇപ്പോൾ അതാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ വിട്ടുപോയാലോ എന്ന ഭയമുണ്ട്. അതുകൊണ്ട് ആരോടും ഒന്നും പറയാതെ ഒരു പിന്നെ വെറുതെ കിടന്നിങ്ങനെ ഉറങ്ങുക, അല്ലെങ്കിൽ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉറങ്ങുക എന്നല്ല അതിൻ്റെ അർത്ഥം. എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ജീവിക്കുന്നു. അതിൻ്റെ കൂടെ മെഡിറ്റേഷൻ, മാനിഫെസ്റ്റ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അഫർമേഷനൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, കുറച്ചൊരു ഉൾക്കരുത്ത് കാര്യങ്ങളൊക്കെ നേടി ഒക്കെ പിന്നെ അവനവൻ്റെ വഴികളിലൂടെ, അതായത് ജീവിത വഴികളിലൂടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ എന്തൊക്കെ ചെയ്താലും ഈ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. എവിടെയൊക്കെ എന്തെല്ലാം ചെയ്തു, ബിസിനസ്സിലോ അല്ലെങ്കിൽ കരിയറിലോ അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ വിഷയത്തിലോ ബാക്കി ലൈഫിലോ എന്തിലായാലും എവിടെയും വിജയം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എങ്കിലും ആളുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങളാണ്, ഈ ഒരു വേദനയാണ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ഹൈ പ്രിസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ ഒരു പഴയ അവസ്ഥയിൽ നിന്നും മാറി, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സ്നേഹിച്ചും കരഞ്ഞും യാചിച്ചും ഒക്കെ നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ വേറെ ഒരു അവസ്ഥയിലേക്ക് പോയി എന്നാണ്. അതായത് സ്പിരിച്വലി വളരെ ഗ്രോത്ത് വന്നിരിക്കുന്നു നിങ്ങൾക്ക് എന്നാണ്. ഈ മാറ്റം, ഈ ചേഞ്ച് ഈ വ്യക്തിക്ക് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ പിന്നെ അതെങ്ങനെ സാധിച്ചു എന്നുള്ള ഒരു വല്ലാത്ത ഒരു ഭയപ്പാടിലാണ്. കാരണം ഇനി തിരിച്ചെനിക്ക് കിട്ടില്ലേ എന്നുള്ള ആ ഒരു വെപ്രാളവുമുണ്ട്. അതാണ് ഈ ഒരു അവസ്ഥ, ലോസ് ഫീലിംഗ് വല്ലാതെ ഉണ്ടാവുന്നത്. അപ്പം നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഈ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ജീവിച്ച് തീർക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്ത് തീർക്കേണ്ടതായ ചില കർമാസ് ഉണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി
നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതേമാതിരിയുള്ള ഒരു വേദന അല്ലെങ്കിൽ ഒരു പീഡനം അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ വേദന അല്ലെങ്കിൽ ആ വിഷമം അല്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് ഡിവൈൻ തന്നെ തന്നതാണ് എന്നാണ് കാണിക്കുന്നത്. കാരണം അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അടുത്ത മൊമെൻറ്റ് നിങ്ങളുടേത് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കുകയുള്ളൂ. അതുവരെ നിങ്ങളും ഈ അവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് 4 ഓഫ് സോർട്സ് ആ അവസ്ഥയിൽ തന്നെയായിരുന്നു. ആ അവസ്ഥയിൽ നിന്നാണ് നിങ്ങളും ഇപ്പോൾ ഒരു ബോൾഡായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടുപേരെയും ഇവിടെ പരാമർശിക്കുന്നു. അപ്പോൾ ഈ ഒരു ബോൾഡായ അവസ്ഥയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇൻഡ്യൂട്ടീവ് പവർ വർദ്ധിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു കർമ്മം നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ വേണ്ടി, അതായത് ആത്മീയ ശുദ്ധിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ വർക്ക്സിന് വേണ്ടിയിട്ട് നിങ്ങളെ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ആളാണ് എന്നാണ് നമ്മളിത് സൂചിപ്പിക്കുന്നത്. അത്തരം ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ തിരിച്ചടികൾ തന്നത് അത് ഡിവൈൻ്റെ ഒരു ശക്തിയേറിയ പരീക്ഷണം കൂടിയായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കർമ്മത്തിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ യാതൊരു ഭയവുമില്ല. ആര് പോയാലും ആര് വന്നാലും എനിക്കിവിടെ യാതൊരു വിഷമവും ഇല്ല എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നു. എന്നാൽ നിങ്ങളുടെ വ്യക്തിക്ക് അതല്ല എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏസ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. കാരണം ഇനി എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എൻ്റെ സ്വത്വം കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ ആരാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ജീവിതത്തിലെ പല ഘട്ടങ്ങൾ, പ്രധാന അവസരങ്ങളും പ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ഇതേമാതിരിയുള്ള പല വിഷയങ്ങളും നിങ്ങളെ തളർത്തിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾ വളരെയധികം ഒരു മോചനം നേടിയിരിക്കുന്നു. ഇപ്പോൾ ഇടയ്ക്ക് നിങ്ങളെ ആ വിഷമങ്ങളും ചിന്തകളും ഒക്കെ അലവരസപ്പെടുത്തുന്നു എങ്കിലും നിങ്ങൾ വളരെയധികം 90-95% നിങ്ങൾ അതിനെ അതിജീവിച്ച് നിങ്ങളുടേതായ ഒരു വഴിയിലൂടെ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് നിങ്ങളുടേത് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും വളരെയധികം വിഷമത്തിൽ തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ഷാഡോ സൈഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ അതായത് ആദ്യത്തെ കാർഡ് തന്നെ നമ്മൾ കണ്ടു. ഒരു ദ ടവർ എന്നാണ്. ആ ഒരു കുഴിയിലേക്ക് വീണ് കിടക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു നിഗൂഢമായ അവസ്ഥയിൽ കിടക്കുന്നു. വല്ലാത്ത ഒരു പതനത്തിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കണമെന്ന് നിങ്ങൾ പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നീ എന്നെ വളരെയധികം ആ രീതിയിലേക്ക് എന്നെ ഉയർത്താൻ അല്ലെങ്കിൽ പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നൊക്കെ ആൾക്ക് ബോധ്യമുണ്ട് ഇപ്പോൾ. എന്നാൽ പക്ഷേ വളരെ ഗിൽറ്റിയാണ്. ഗിൽറ്റി എന്ന് പറയുമ്പോൾ വളരെ പെയിൻ അനുഭവിക്കുന്നു. എന്തിനെ ദ ഡാമേജ് ഐ ഹാവ് കോസ്, ഞാൻ ഉപേക്ഷിച്ച അല്ലെങ്കിൽ എൻ്റെ കൈവശം, അന്ന് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അന്ന് എന്തിൻ്റെ പുറകെ പോയതാണെങ്കിലും ശരി, ഒരു പക്ഷേ കരിയറാകാം, ഒരു പക്ഷേ റിലേഷൻഷിപ്പ് തന്നെയാകാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇതാണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫാമിലി തന്നെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകെ പോകേണ്ട, അതിന് വാല്യൂ കൊടുക്കേണ്ട സന്ദർഭങ്ങൾ ലൈഫിലുണ്ടായി. അപ്പോൾ നിങ്ങളെ തൽക്കാലം വിട്ടുകളയേ നിവൃത്തിയുള്ളൂ എന്ന ഘട്ടത്തിലായിരിക്കാം അങ്ങനെ പോയിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ വളരെ ഗിൽറ്റിയാണ് ഉള്ളത്. കാരണം വെച്ചാൽ നിങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുകയായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അത് വളരെ ഒരു എസ്കേപ്പ് ചെയ്തു പോയി എന്നാണ് കാണിക്കുന്നത്. അത് ആൾ പറയുന്നുണ്ട് നിങ്ങളോട്, ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. വളരെ വേദനയോടുകൂടിയാണെങ്കിലും വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് ആ എസ്കേപ്പിസം ഇവിടെ വന്നിരിക്കുന്നത്. പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഏതോ ഒരു ഘട്ടത്തിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നാണ് അൺസാറ്റിസ്ഫൈഡ് പറയുന്നുണ്ട്. ആ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും സംതൃപ്തനായിരുന്നില്ല എന്നാണ്. അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫാമിലി എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് നമുക്കിവിടെ വരുന്നത്. ഐ വാസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വെയർ ഗോയിങ്. ആ ഒരു പോകുന്ന ആ ഒരു അവസരത്തിൽ എൻ്റെ ജീവിതത്തിൽ പല ട്രോമകളും ഞാൻ അനുഭവിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് അതിൽ നിന്ന് പറയുന്നത്. ആ ട്രോമയിൽ ഞാൻ വളരെ അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഞാൻ വളരെ വിഷമിച്ചിരുന്നു. ഒരുപക്ഷെ അങ്ങനെയുള്ള എന്തോ ഒരു സിറ്റുവേഷനിലാകാം നിങ്ങളുമായിട്ട് ആൾ കണ്ടുമുട്ടിയതെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്.
അങ്ങനെയുള്ള ആ അവസരത്തിൽ നിങ്ങൾ ഒരു തണലായിരുന്നു. പക്ഷേ അത് അധികകാലം നീണ്ടുപോയില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും തന്നെ വീണ്ടും ആൾ തിരിച്ചു വന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് വീണ്ടും അതാണ് പിന്നെ നിങ്ങളെ മാറ്റി നിർത്തേണ്ട ആ ഒരവസ്ഥ വന്നിരിക്കുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. ആബ്സെൻസ് കാണിക്കുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. അപ്പം നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഈ ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്നാണ്. അതാണ് ഇപ്പോഴും നിരാശയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത ഒരു വേവലാതിയാണ്, വെപ്രാളമാണ്. കാരണം വെച്ചാൽ ഇനി ഇത് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് എങ്ങനെ കഴിയും, അല്ലെങ്കിൽ എനിക്ക് ഇനി അതിന് സാധിക്കുമോ എന്നുള്ള ആ ഒരു ആശയക്കുഴപ്പവും കൂടി ഈ കൂടെയുണ്ട്. അപ്പം നിങ്ങളില്ലാത്ത ഒരു ലൈഫിനെക്കുറിച്ച് ഈ ആൾക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. സമയം വളരെ വൈകി എന്നുള്ള ആ ഒരു കുറ്റബോധവും ഉണ്ട്. സമയം വളരെ വൈകിപ്പോയി. കാരണം ഐ ആം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ദ ആക്ഷൻ. എനിക്ക് ആക്ഷൻ എടുക്കാൻ കഴിഞ്ഞില്ല. വളരെയധികം സമയം പോവുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങളോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ടുള്ള കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. വളരെയധികം സമയം കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് കാണിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിരിക്കാം. അതും അല്ലെങ്കിൽ ഇനിയിപ്പം എന്തവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത് എന്നുള്ളത് നിങ്ങൾ റെസനേറ്റ് ആവുന്ന പോലെ എടുക്കുക. അതായത് ചിലർക്ക് ഇത് വിട്ടുപോയി എന്നുള്ള ആ ഒരു ഫീലിംഗ് ആണ്. എന്നാൽ ചിലർക്ക് ഈ ബന്ധം ഇവിടെ അവസാനിച്ചിട്ടില്ല എന്ന് തോന്നലുണ്ട്. കാരണം നിങ്ങളോട് കട്ടാൻ ഡ്രൈവ് പറഞ്ഞിട്ടില്ല ഇതുവരെ, ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് ഒരുപക്ഷെ നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടാകാം. മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു ഫോൺ കോളിലൂടെയോ ഒരു മെസ്സേജിലൂടെയൊക്കെ വരുന്നുണ്ടാകാം. അതല്ലെങ്കിൽ ഏത് വിധേനയാണെങ്കിലും ശരി, എനിക്ക് സമയം വളരെ വൈകി, അല്ലെങ്കിൽ ഞാൻ വളരെയധികം സമയം കളഞ്ഞു എന്നുള്ള ആ ഒരു വേവലാതി ഉണ്ട്. എന്നാൽ വളരെ ഹോപ്പുമുണ്ട്. ഐ ഹാവ് ഇൻ ഗിവൻ അപ്പ് ഓൺ അസ് യെറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചില വളരെ പ്രതീക്ഷയുണ്ട് ഇപ്പോഴും. കാരണം വെച്ചാൽ അങ്ങനെ വിട്ടു പോകാൻ കഴിയില്ല. നിങ്ങൾ ഏതവസ്ഥയിലാണ് നിങ്ങൾ എന്ന് നേരത്തെ നിങ്ങൾ പറഞ്ഞു. നിങ്ങളിപ്പോൾ ഒരു സ്പിരിച്വൽ ആ ഒരു യാത്രയിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടെ കർത്തവ്യത്തിൻ്റെ പുറകെയാണ് എങ്കിലും ഈ ആൾ ഇപ്പോഴും ആ ആശ അല്ലെങ്കിൽ ആ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ബിക്കോസ് കാരണം പറയുന്നത് ഇവിടെ ഡിവൈൻ പറയുന്നു സോൾ ടൈ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾ തമ്മിൽ അത് കെട്ടിവെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ടൈ കൂട്ടി കെട്ടിവെച്ചിരിക്കുകയാണ് എന്നാണ്. അപ്പോൾ അത് ഡിവൈൻ കരുതി കൂട്ടി ചെയ്ത പദ്ധതിയാണെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് കാര്യങ്ങളൊക്കെ നടന്നിട്ടാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ 10 ഫ്ലെയിം എനർജി ആണ് എടുത്ത് കാണിക്കുന്നത്. ആ 10 ഫ്ലെയിം എനർജിയിൽ ആ സോൾസ് തമ്മിലുള്ള ബന്ധം അത്ര വളരെ ദൃഢമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 10 ഫ്ലെയിം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ആത്മാവ് തന്നെ രണ്ട് വ്യക്തികളായിട്ട് ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ആത്മാവുമായിട്ടുള്ള ആ ബന്ധം, അതാണ് സോൾട്ടായി. ആ ബന്ധം അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുപോവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഇതൊക്കെ ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും നിങ്ങൾക്കും ഒരുപക്ഷെ ഈ വ്യക്തിയെ മറക്കാൻ കഴിയുന്നില്ല എന്നാണ്. ഇവിടെ ഡിറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഡിറ്റാച്ച്മെൻറ്റ് കാണിക്കുന്ന വളരെയധികം ഇപ്പോൾ കുറച്ച് മാറി നിൽക്കുന്നത് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. കാരണം എത്ര നല്ല വേദനകളും വിഷമങ്ങളും ഉണ്ടെങ്കിലും തൽക്കാലം ഇപ്പോൾ ഒരു ഡിറ്റാച്ച്മെൻറ്റിലാണ് നിൽക്കുന്നത് എന്നാണ്. കാരണം പറയുന്നത് സോ ഐ കോഡ് ക്ലിയർ മൈ മൈൻഡ് എന്നാണ്. അപ്പോൾ എൻ്റെ മനസ്സിനെ എനിക്കൊന്ന് ക്ലിയർ ആക്കി എടുക്കാനുണ്ട്. കാരണം വെച്ചാൽ അപ്പുറത്ത് ഒരുപാട് ബാധ്യതകൾ കിടക്കുന്നുണ്ട്. ആ ബാധ്യതകൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് കൂട്ടിയിണക്കി കൊണ്ടുപോകുവാൻ ഈ ആളെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഡിറ്റാച്ച്മെൻറ്റിൽ നിൽക്കുന്നു. നിങ്ങളെ മറക്കാൻ ഈ ജന്മം ഇയാൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണമെന്ന് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങളെ വിട്ടുകളയാൻ ഇയാൾക്ക് കഴിയുന്നില്ല എന്നാണ് നമുക്കിവിടെ വീണ്ടും കാർഡ്സ് പറയുന്നത്. അതായത് അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറയുന്നുണ്ട്. ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഫിനിഷ്ഡ് അല്ല, അത് അൺഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. നിങ്ങളുടെ അടുത്തേക്ക് വേഗം വരണമെന്നും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇത് സോൾവ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് ഈ കാര്യങ്ങൾ പറഞ്ഞ്
വീണ്ടും ഒരുമിച്ച് പോകണം എന്ന് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഡിവൈനിൻ്റെ പദ്ധതി എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഇതേമാതിരിയുള്ള ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേർ നമ്മളുടെ ഇടയിലുണ്ടാകാം. അങ്ങനെയുള്ള ആരുടെയോ ഒരു എനർജിയാണ് ഇവിടെ കയറി വന്നിരിക്കുന്നത്. മെൻറ്റ് വന്നിട്ടുണ്ട്. ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ എന്ന് വീണ്ടും പറയുന്നു ഈ വ്യക്തി നിങ്ങളോട്. വീണ്ടും നിങ്ങളോട് പറയുന്നത് ഈ ബന്ധം കണക്ട് ചെയ്യണമെന്നാണ്. ഐ വാണ്ട് ടു ഫിക്സ്, അതായത് ഉറപ്പിക്കണം എന്നാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിരുന്നു നീ. എനിക്ക് അതുകൊണ്ട് തന്നെ ഇത് ഒരുമിച്ച് വളരെ ഉറച്ച ഒരു ബന്ധമായിട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് വ്യക്തി വീണ്ടും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന എനർജി ഇതാണ്. ഇന്ന് കിട്ടിയ കാർഡ്സൊക്കെ ഇതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റീഡിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത് ഇത് റിസൾട്ട് ആവുന്നവരെടുക്കണമെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലൂടെ വന്ന് വാട്സപ്പിൽ വരികയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ സംസാരിക്കാം. നിങ്ങൾക്ക് റീഡിംഗ് എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.